ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നിഷാസ് ഹോം കുക്കിംഗ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പഞ്ഞി പോലത്തെ വെള്ളയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. വളരെ ഈസി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നും അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കുറുമയും പിന്നെ ഇതെല്ലാം കഴിയുമ്പോൾ വട്ടയപ്പം ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ മാവ് നല്ലപോലെ പതഞ്ഞ് പൊങ്ങി വരാനായിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ടിപ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ അടിപൊളിയായിട്ടുള്ള അപ്പമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കണ്ടോ എത്ര സോഫ്റ്റാണ്. അതുപോലെ ഇതിൻ്റെ പ്രത്യേകത നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. രാത്രി അരച്ചൊന്നും വെക്കുകയൊന്നും വേണ്ട. വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു അപ്പമാണ് കിട്ടിയിരിക്കുന്നത്. പഞ്ഞി പോലത്തെ അപ്പം എന്ന് പറയത്തില്ലേ, അത്രമാത്രം പഞ്ഞി പോലത്തെ അപ്പമാണ് കേട്ടോ. ഇതിനകത്ത് കുറച്ച് ടിപ്സൊക്കെ പറയുന്നുണ്ട്. അതെല്ലാം കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ നമുക്ക് നല്ല സൂപ്പറായിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലത്തെ അപ്പം കിട്ടും. അപ്പം ഇതിന് വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് 250 ml കപ്പിന് 2 കപ്പ് റൈസാണ് എടുക്കുന്നത്. അത് നമുക്ക് നല്ലപോലെ കഴുകിയിട്ട് കുതിർത്താൻ വെക്കണം. നമ്മുടെ റൈസ് നന്നായിട്ട് നമ്മൾ കഴുകി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കഴുകത്തൊന്നുമില്ല, അതുകൊണ്ട് ഇനി ഇത് ഡയറക്റ്റ്ലി ഇതിനകത്തോട്ട് ഈസ്റ്റ് ഇടാനാണ്. ഞാനൊരു 1/2 സ്പൂൺ ഈസ്റ്റാണ് ഇതിനകത്തോട്ട് ഇട്ട് വെക്കുന്നത്. അതിൻ്റെ ഒപ്പം നമുക്ക് വലിയ സ്പൂണിൽ 2 സ്പൂൺ പഞ്ചസാരയും കൂടിയാണ് ഇട്ട് വെക്കുന്നത്. ഇനി ഇത് നികന്ന് വരുന്ന രീതിയിൽ വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. ഈ വെള്ളത്തിലാണ് ഇനി അരയ്ക്കുമ്പോഴത്തേക്ക് നമ്മൾ മാവ് അരയ്ക്കുന്നത്. അതുകൊണ്ട് ഈ വെള്ളം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചാൽ മതി, ഒത്തിരി വെള്ളം ഒഴിക്കണ്ട. കാരണം പിന്നെ നമുക്ക് വേസ്റ്റ് ആക്കാൻ പറ്റത്തില്ല ഈ വെള്ളം. അപ്പോൾ ഇനി നമുക്കിത് അടച്ച് വെക്കാം. ഒരു 5 to 6 hours നമുക്ക് അടച്ച്. ഇപ്പോൾ നമ്മുടെ കണ്ടോ അരിയും നമ്മുടെ ഈസ്റ്റും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ ഒരു 5-6 മണിക്കൂറായിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ പതഞ്ഞ് വന്നിട്ടുണ്ട്. അതിലൊരു ഫെർമെൻ്റ് ആയതിൻ്റെ ഒരു സ്മെല്ല് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പോഴേ. ഇനി നമുക്കിതിനെ അരച്ചെടുക്കാം. ഇതെന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മൾ ഈ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് നമുക്ക് ഈസ്റ്റിൻ്റെ അളവ് കുറയ്ക്കാം. പിന്നെ ഈസ്റ്റിൻ്റെ സ്മെല്ല് നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കുന്ന അപ്പത്തിലാകുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് കുറച്ച് ഈസ്റ്റിൻ്റെ ടേസ്റ്റ് കൂടുതൽ മുന്നോട്ട് വരും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയാണ് നമ്മളിങ്ങനെ ചെയ്യണത്. അപ്പോൾ നമുക്ക് അരയ്ക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാനിതിനെ 3 സെറ്റായിട്ടാണ് അരയ്ക്കുന്നത്. കാരണം എൻ്റെ മിക്സിക്കകത്ത് 2ആയിട്ട് അരയ്ക്കാൻ എങ്ങനെ ആയിരിക്കും, പക്ഷേ ഞാനിത് കംഫർട്ടബിൾ ആയിട്ട് അരയ്ക്കാൻ വേണ്ടി 3 പ്രാവശ്യമാക്കിയാണ് അരയ്ക്കാൻ പോകുന്നത്. ഇനി ഏകദേശം ഒരു 1/2 കപ്പ് തേങ്ങ ഓരോ പ്രാവശ്യം ഇടാൻ വേണ്ടി വരും നമുക്ക്. ഇനി നമുക്ക് വേണ്ടത് ചോറാണ്. അപ്പോൾ ഈ ചോറൊക്കെ ഫ്രിഡ്ജിൽ നിന്നാണ് എടുക്കണമെങ്കിലുണ്ടല്ലോ, ഒരു സാധനവും ഫ്രിഡ്ജിലുള്ള ടെമ്പറേച്ചറിൽ എടുക്കരുത്. എല്ലാം നോർമൽ ടെമ്പറേച്ചറിൽ എടുക്കാവുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ പെട്ടെന്നുള്ള ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രോസസ്സ് അത്ര നല്ലതായിട്ട് നടക്കത്തില്ല. അപ്പോൾ ഞാൻ ഇതിൽ ഒരു തവി ചോറും ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്കൊരു സ്പൂൺ പഞ്ചസാരയും കൂടി ഇടാം. പിന്നെ ഒരു പിഞ്ച് ഈസ്റ്റും കൂടി ഇടാം. നേരത്തെ കുതിർത്ത് വെച്ച വെള്ളം എടുത്തു, പക്ഷെ അത് മാത്രം തികയത്തില്ല. അപ്പോൾ ഇനി ഞാൻ ചേർക്കുന്നത് ചെറു ചൂടുവെള്ളമാണ് ഇതിനകത്തോട്ട് ചേർക്കുന്നത്. ഇപ്പൊ കണ്ടോ, ഇതിന്റെ മുകളിൽ ജസ്റ്റ് ലെവലിൽ നിന്നുള്ള വെള്ളമാണ്. അങ്ങനെ അത്ര വെള്ളം മതി. നമ്മളിനി നന്നായിട്ട് അരച്ചിട്ട് വരാം. നമ്മുടെ കണ്ടോ നല്ലപോലെ അരച്ച് എടുത്തിട്ടുണ്ട്. നമുക്കിതിന്റെ ബൗളിലോട്ട് മാറ്റാം. ഇതിന്റെ നീട്ടം കണ്ടോ, ശരിക്കും നമ്മൾ അപ്പത്തിന് കറക്റ്റ് വരുന്നൊരു നീട്ടത്തിലാണ്. പിന്നെ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയും കൂടി അരച്ചെടുക്കാം. ഒരു ശരിക്കും ഒരു പതഞ്ഞൊക്കെ വന്നിട്ടുണ്ട് ഇപ്പൊ തന്നെ അരച്ചപ്പോൾ തന്നെ. കാരണം നമ്മൾ ഈസ്റ്റ് നേരത്തെ ഇട്ട് വെച്ചിരുന്നതുകൊണ്ട്. അപ്പൊ മാവ് ഇങ്ങനെ നല്ലപോലെ പതഞ്ഞ് വരാനായിട്ടുള്ള ഏറ്റവും വലിയ സിമ്പിൾ ടിപ്പാണ് നമ്മൾ ആ അരിയുടെ ഒപ്പം തന്നെ ഈസ്റ്റ് ഇട്ട് വെക്കണത്. പിന്നെ അതുകൊണ്ടൊരു ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഈസ്റ്റിന്റെ അളവ് കുറയ്ക്കുകയും ചെയ്യാം. പെട്ടെന്ന് പതഞ്ഞ് പൊങ്ങാനാണെന്ന് ഈസ്റ്റ് കൂട്ടിലിരുന്നിട്ടുണ്ട് ആവശ്യം ഉണ്ടാകത്തില്ല ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇടാം. അപ്പൊ നമുക്ക് ഈ മാവിന് ഇനി കുറച്ച് നേരത്തേക്കൊന്ന് ഫെർമെന്റ് ആകാനായിട്ട് അടച്ചു വെക്കാം. ഇനി മാവ് പൊങ്ങി വരുന്ന സമയത്ത് നമുക്കുണ്ടല്ലോ ഒരു മുട്ട കുറുമയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുള്ള സാധനങ്ങളൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ചെറിയ 2 സവാള എടുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് വെളുത്തുള്ളി, ഒരു കുഞ്ഞു പീസ് ഇഞ്ചി, 4 പച്ചമുളക്, ഒരു തക്കാളി, കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു 4 മുട്ട ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഞാൻ അരിഞ്ഞെടുക്കും. അപ്പോൾ എല്ലാ സാധനവും അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങാപ്പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. കുറുമ ഉണ്ടാക്കാനാണതുകൊണ്ട് തേങ്ങാപ്പാൽ നന്നായിട്ട് വേണം. അപ്പോൾ ഞാനൊരു അരമുറി തേങ്ങ 2 പ്രാവശ്യമായിട്ട് അതിൻ്റെ തലപ്പാലും 2ാം പാലുമായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ഇനി ഒരു ചീനിച്ചട്ടിയിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായപ്പോൾ ഞാനൊരു 3-4 ഏലക്കായും ഒരു പീസ് കറുവാപ്പട്ടയും 2-3 ഗ്രാമ്പും കൂടി ഇടുന്നുണ്ട്. ഓപ്ഷനിലാവട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി. കാരണം നമ്മൾ പിന്നീട് ഗരം മസാല ഇടാറുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് സവാള അരിഞ്ഞിട്ട് കൊടുക്കാം. പിന്നെ ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി കുഞ്ഞായിട്ട് അരിഞ്ഞതാണ്, അതും കൂടി ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് വഴുന്ന് കിട്ടാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇടാം.
കുറച്ച് കറിവേപ്പില. ഇപ്പം നമ്മുടെ സവാളയൊക്കെ ആവശ്യത്തിന് കണ്ടോ വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും അതുപോലെ പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ എല്ലാം നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇത് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം. ഞാനൊരു 2 സ്പൂൺ മല്ലിപ്പൊടി ഇടുവാണ്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കളറിന് വേണ്ടി മാത്രം ഇട്ടിട്ടുള്ളൂ. പച്ചമണം വരുന്നവരെ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റാം. ഇനി നമ്മൾ ഇതിനകത്തോട്ട് 2ാം പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് മുട്ട ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് കുറച്ച് ഗരം മസാല പൗഡറും കൂടി ഇട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഫസ്റ്റ് പാല് കൂടി ഒഴിച്ചു കൊടുക്കുക. തലപ്പാലും കൂടി ഒഴിച്ച് നമുക്ക് കറി ഫിനിഷ് ആക്കാം. തലപ്പാൽ ഒഴിച്ചതിന് ശേഷം നമുക്ക് തിളയ്ക്കാൻ വെക്കേണ്ട. സൈഡിൽ കൂടി തിള വരുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ സൈഡിൽ കൂടി തിള വന്നിട്ടുണ്ട്. നമുക്കിനി കറി ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ടെക്സ്ചറിലുള്ള നമ്മുടെ മുട്ടക്കുറുമ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പത്തിൻ്റെ കണ്ടീഷനാണ് നോക്കാം. നമ്മുടെ അപ്പത്തിൻ്റെ മാവ് കണ്ടോ എന്താ പതഞ്ഞു പൊങ്ങിയിരിക്കുന്നത് നോക്കിക്കേ. വളരെ കണ്ടോ നല്ല പതപതാന്നാണ് ഇരിക്കുന്നത്. സത്യം പറഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ നമുക്കുണ്ടല്ലോ എന്ത് നല്ല ഫീലിംഗ് ആണെന്നറിയാമോ. സോഫ്റ്റായിട്ട് ഉള്ള അപ്പം തന്നെ ഇതിനകത്ത് നിന്ന് ഉണ്ടാക്കാൻ പറ്റും. അത്രയ്ക്ക് നന്നായിട്ടാണ് ഇത് പതഞ്ഞു പൊങ്ങി വന്നേക്കുന്നത്. നമ്മളിപ്പോൾ ഞാൻ അപ്പത്തിന് മാവ് വെച്ചിട്ട് ഏകദേശം 30 മിനിറ്റ്സ് ആയിട്ടുണ്ട് ഇപ്പോൾ കേട്ടോ. കാരണം എല്ലാം കൂടി കറിയൊക്കെ ആക്കി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അത്രയും നേരമായിട്ടുണ്ട്. നമ്മൾ അപ്പം ഉണ്ടാക്കാനായിട്ട് പച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിപ്പം നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് എണ്ണയൊന്നും തുടയ്ക്കേണ്ട. നമുക്ക് എന്തൊട്ട് മാവ് വയ്ക്കാം. എൻ്റെ തവി ചെറുതാണ്. ഇപ്പം ഞാൻ 2 തവി മാവ് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ലപോലെ ലേസ് പോലെ വന്നിട്ടുണ്ട്. നല്ല ഹോൾസ് ഒക്കെ വന്നിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇനി അടച്ചു വെക്കാം. നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട്. സൈഡ് ഇതുപോലെ മൊരി ഉണ്ടായെങ്കിൽ ഞാൻ ഉച്ച നേരം മുമ്പ് എടുത്താൽ മതി. അപ്പോൾ ഇതേക്കുറിച്ച് വട്ടയപ്പം കൂടി ഉണ്ടാക്കാം. ഇതിനാണ് ഞാനിപ്പോൾ ഒരു വട്ടയപ്പത്തിൻ്റെ ഒരു പ്ലേറ്റിലേട്ടുള്ള ഇതിനുണ്ടാക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഒരു 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഒരു കുറച്ച് നല്ല ജീരകം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 ഏലക്ക. ഇതെല്ലാം കൂടി നമുക്കൊന്ന് നല്ലതായിട്ട് പൊടിച്ചെടുക്കാം. പഞ്ചസാരയും ഏലക്കയും ജീരകവും കൂടി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് ഈ മാവിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് വട്ടയപ്പത്തിന് ഒന്ന് ജസ്റ്റ് ഒന്ന് കടിക്കുമ്പോൾ ഒരു ചക്കരം തേങ്ങയുടെ ടേസ്റ്റ് മുമ്പ് അപ്പം കുറച്ചൊരു 1 സ്പൂൺ തേങ്ങയും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിപ്പോൾ 1 സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സിയിൽ നന്നായിട്ട് അരയരുത്. ജസ്റ്റ് ഒന്ന് ഒരു പൾസ് മോഡിലിട്ട് ഒന്ന് അടിച്ചിട്ട് വരാം. ഇതുപോലെ കണ്ടോ തേങ്ങ ഒത്തിരി അരയണ്ട. ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് എടുത്തിട്ടുണ്ട്. ഇതും കൂടെ നമുക്ക് ഈ മിക്സിയിലോട്ട് ഈ മാവിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ എല്ലാം കൂടി നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഒരു ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്. എങ്കിൽ നമുക്കിതൊന്നെല്ലാം ഒന്ന് സെറ്റായി വരാനൊരു 10 മിനിറ്റും കൂടി അടച്ച് വെച്ചിട്ട് വേണം നമുക്കിതിന്ന് അപ്പച്ചെമ്പിലോട്ട് വെച്ച് സ്റ്റീം ചെയ്യാനെടുക്കാം. നമുക്ക് അടച്ചു വെക്കാം. അപ്പോൾ നമ്മുടെ വട്ടയപ്പത്തിൻ്റെ മാവ് ഇപ്പോൾ നല്ലപോലെ റെഡിയായി വന്നിട്ടുണ്ട്. ഞാനൊരു പ്ലേറ്റിലോട്ട് കുറച്ച് നെയ്യ് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് മാവ് ഒഴിച്ചിട്ട് അപ്പച്ചെമ്പി വെക്കാം. ഒരു 10 to 15 മിനിറ്റ്സ് നമുക്കിത് ആവി കയറ്റാൻ വെക്കാം. അപ്പോൾ ഒരു 15 മിനിറ്റായി നമ്മൾ വെച്ചിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം. റെഡി ആയിട്ടുണ്ട്. ജീരകത്തിൻ്റെയൊക്കെയാണ് പൊക്കത്ത് ഇങ്ങനെ കളർ വന്നേക്കുന്നത്. അപ്പോൾ വട്ടയപ്പം നല്ലപോലെ റെഡി ആയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് അടുപ്പത്ത് വട്ടയപ്പം ഇപ്പം നല്ലപോലെ തണുത്തിട്ടുണ്ട്. കണ്ടോ സൂപ്പർ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെ സൈഡിൽ കൂടിയൊക്കെ ഇങ്ങനെ അതിന് പോരുന്നുണ്ട്. വളരെ സോഫ്റ്റാണ്.
പഞ്ഞി പോലെ എന്ന് പറയാം. അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ വട്ടയപ്പം ഇപ്പം റെഡിയായി വന്നിട്ടുണ്ട്. ഇത്തിരി സോഫ്റ്റാണ്. വെറുതെ നമ്മൾ ഒന്നും ചെയ്യാൻ നമ്മുടെ അപ്പത്തിൻ്റെ മാവിൽ നിന്ന് നമ്മൾ ഇച്ചിരി പഞ്ചസാരയും ഇച്ചിരി ഏലക്കയും ജീരകവും ഒക്കെ ഇട്ട് അതുപോലെ തന്നെ ഇച്ചിരി തേങ്ങയും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ വട്ടയപ്പം നമുക്ക് കിട്ടും. നമുക്ക് രാവിലെ അപ്പം ഉണ്ടാക്കി കഴിഞ്ഞ് ബാക്കി മിച്ചമുള്ള മാവ് കൊണ്ട് ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് വൈകുന്നേരത്തെ ചായക്ക് നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന രീതിയിൽ കണ്ടോ സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള ഇത്ര സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം ഇതുപോലെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും അതുപോലെ തന്നെ ഷെയർ ചെയ്യുകയും ചെയ്യുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.